നൽകുകയായിരുന്നു. ഇനി പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ട ചെങ്ങറ ഹാരിസൺ മലയാളം കുമ്പഴ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ദുരിതത്തിലാണ്. ശോചനീയാവസ്ഥയിലുള്ള ലയങ്ങളിലാണ് തൊഴിലാളികളും അവരുടെ ബന്ധുക്കളും അന്തിയുറങ്ങുന്നത്. യാതൊരു സുരക്ഷയുമില്ലാതെ അടച്ചുറപ്പുള്ള ശുചിമുറികൾ പോലും ഈ മനുഷ്യർക്കില്ല. നവകേരള ശില്പികൾ ബോധപൂർവം മറന്നുപോയ ഒരു കൂട്ടം മനുഷ്യരാണ് ഹാരിസൺ മലയാളത്തിന്റെ കുമ്പഴ എസ്റ്റേറ്റിലുള്ളത്. നരക തുല്യമാണ് ഈ മനുഷ്യരുടെ ജീവിതം. പൊട്ടിപ്പൊളിഞ്ഞ മേൽക്കൂര, ചോർന്നൊലിക്കുന്ന ചുവരുകൾ, ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന ലയങ്ങൾ, രാപ്പകലില്ലാതെ പണിയെടുത്ത് ഒന്ന് വിശ്രമിക്കാനെത്തുന്ന തൊഴിലാളികൾക്ക് മുകളിൽ മരണത്തിന്റെ അപകടക്കെണിയാണ്. ഇതിനു പുറമെ തീരാത്ത വന്യജീവി ആക്രമണവും ഈ മനുഷ്യരുടെ ജീവിതം കൂടുതൽ പ്രയാസകരമാക്കുന്നു. കാറ്റടിച്ച് കഴിഞ്ഞാലും ഭയങ്കര പാടാ. ഇത് എപ്പോഴാ പൊളിഞ്ഞു പോകുന്നതെന്ന് അറിയത്തില്ലല്ലോ. കണ്ടോ, നിങ്ങൾ കണ്ടോ, പൊളിഞ്ഞിങ്ങനെ വീണോണ്ടിരിക്കുക അകത്തിരിക്കുമ്പോൾ. അതല്ല ഞാൻ പറഞ്ഞ രണ്ടുപേരെ തീർന്നു കഴിഞ്ഞാൽ ഒരു ലയം പൊളിഞ്ഞ് വീണ് അന്നേരം ഇവർ ഓടുവോ ഇല്ലെന്ന് അറിയണം. കറണ്ട് ഇല്ല. കറണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കറണ്ട് ഇല്ലെങ്കിൽ ഇവിടെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കുമ്പള ചെന്ന് പറഞ്ഞാൽ ഇതാ പറയുന്നത് മാനേര് അവിടെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഇതെല്ലാം പോട്ടെ, ഭൂരിപക്ഷം ലയങ്ങളിലും അടച്ചുറപ്പുള്ള വൃത്തിയുള്ള ഒരു ശുചിമുറി പോലുമില്ല. ഇതൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നങ്ങളല്ല, വർഷങ്ങളായി ഇങ്ങനെയാണ്. പരാതി പറഞ്ഞ് മടുത്തു, ഇപ്പോൾ പറയാൻ പേടിയാണ്. ലയങ്ങൾ മെച്ചപ്പെടുത്തണം, വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷണം വേണം അവർ പറയുന്നു. പ്രതികരിക്കും, അവർക്ക് തോന്നുമ്പോഴാണ് പ്രതികരിക്കുന്നത്. നമ്മുടെ കാര്യം നടക്കുന്ന ഇല്ല. കാര്യം എന്തുകൊണ്ട് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ കഥക് പോയി, അത് പറഞ്ഞിട്ട് ചെയ്യാൻ വഴിയില്ല. എന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് തടി വാങ്ങിച്ചതാണ്ട് ഫ്രണ്ട് കഥയൊക്കെ ശരിയാക്കി വെച്ചേക്കുക. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ചോർച്ചയും കാര്യങ്ങളും. കമ്പനിയോട് പറഞ്ഞാൽ കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്ത് കിട്ടുന്നുണ്ട്. എന്നാലും ഞങ്ങൾക്ക് പൂർണ്ണമായും ഈ ചോർച്ചയുടെ ഒളിച്ച് മാറ്റം കിട്ടുന്നില്ല. പഴയ മൊത്തം പഴയ കെട്ടിടങ്ങളാണ്, വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തത്. അതിൻ്റെ സൈഡിലൊക്കെ കാണാം. ഇതൊക്കെ 1959 കെട്ടിയ കെട്ടിടങ്ങളാണ്. അപ്പോൾ അത് വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിയതാണ്. ഇത് ചിലപ്പോൾ വല്ലപ്പോഴുവേ മെയിൻ്റെനൻസ് ചെയ്ത് കിട്ടുന്നുള്ളൂ. തമിഴ്നാട്ടിൽ നിന്നും ഉൾപ്പെടെ കുടിയേറി പണിയെടുക്കുന്ന അതിഥി തൊഴിലാളികളാണ് ഇവിടെ കൂടുതലും. കാലം കഴിയുന്തോറും തൊഴിലാളികളുടെ മുഖം മാത്രമാണ് മാറുന്നത്. അവർ അനുഭവിക്കുന്ന ദുരിത ജീവിതം അതങ്ങനെ തുടരുന്നു. കാലം ഇങ്ങനെ മുന്നോട്ട് പോകും. ഇടത് വലത് സർക്കാരുകൾ മാറി മാറി ഭരിക്കും. അപ്പോഴും ഈ മനുഷ്യരുടെ ദുരിത ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകും. ഇതെന്ത് നീതി, ഇതെന്ത് ന്യായം? കണ്ണുള്ളവർ ഈ മനുഷ്യരെ കൂടി ഒന്ന് കാണണം. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ.വി. ജയശങ്കർ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. എ.വി. ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ടോടുകൂടി ഇന്നത്തെ പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയുടെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്.